ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിയലിഷ് മൈ ലൈഫ്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് സൗദി സ്പെഷ്യലായിട്ടുള്ള ജരീഷാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചിക്കനും മട്ടനും ഒന്നും യൂസ് ചെയ്യാണ്ടാണ് ഈ ജരീഷ് ഉണ്ടാക്കുന്നത്. ചിക്കനും മട്ടനും ഒക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനി മീറ്റ് വേണ്ടവർക്ക് അത് ആഡ് ചെയ്തിട്ടും ഈ റെസിപ്പി ചെയ്യാം. അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് റെസിപ്പിയിൽ പറയാം. ഹരീസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ജരീഷ്. ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത് ഇതിനകത്ത് പാലും തൈരും എല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് ഗോതമ്പ്, അൽസ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പിൻ്റെ പകുതി ഈജിപ്ഷ്യൻ റൈസ് എടുത്തിട്ടുണ്ട്. ഈജിപ്ഷ്യൻ റൈസ് ഇല്ലാത്തവർക്ക് ബസ്മതി റൈസ് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് കഴുകി ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗോതമ്പെല്ലാം കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ടാവും. നമുക്കിതിനെ പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ചിക്കനും മട്ടനും ഒന്നും ഇല്ലാണ്ടാണ് ഇത് ഉണ്ടാക്കണതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്കിത് 2 തരത്തിലാണ് ഉണ്ടാക്കാൻ പറ്റുക. ഒന്നുകിൽ ചിക്കൻ്റെയോ മട്ടൻ്റെയോ സ്റ്റോക്ക് വാട്ടർ യൂസ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് സ്റ്റോക്ക് വാട്ടർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ ക്യൂബ് ഇല്ലേ, അത് വാങ്ങിക്കാം. ഇനിയിപ്പോൾ വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് യൂസ് ചെയ്യാം. സ്റ്റോക്ക് ലിക്വിഡ് ഒഴിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗോതമ്പിൽ സ്റ്റോക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. ഇനി അതല്ല, സ്റ്റോക്കിൻ്റെ ക്യൂബാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരളവിൽ 2 സ്റ്റോക്ക് ക്യൂബ് ഇട്ട് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം, അടിപിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 15 മിനിറ്റോളം ഞാനിത് പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 കപ്പ് ലബാന് അളന്ന് മാറ്റി വെക്കണം. ലബാൻ ഇല്ലാത്തവർക്ക് തൈരും പാലും കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു മിക്സർ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. തീരെ പുളിയില്ലാത്ത തൈരാണ്. പുളിയുള്ള തൈര് എടുക്കരുത്. 1 കപ്പ് കട്ട തൈരിലേക്ക് 3 കപ്പ് പാല് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തീരെ കട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ഫ്ലോയി ആയിട്ട് നമ്മളൊന്ന് വിസ്ക് ചെയ്തെടുത്താൽ മതി. തീരെ പുളിയുള്ള തൈര് എടുക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ ഒരു പുളിപ്പ് രസം വരും. ഈ ഒരു ജരീഷിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരിയൊരു പുളിപ്പ് രസം ഉള്ളതാണ്, പക്ഷെ അത് കൂടാൻ പാടില്ല. ഗോതമ്പ് പ്രഷർ കുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഒരു വലിയ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് പ്രഷർ കുക്ക് ചെയ്തിട്ടുള്ള ഗോതമ്പും അരിയും കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് അതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, അതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കാം. ഗോതമ്പ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാല് തൈരിൻ്റെ മിക്സ്ചർ അല്ലെങ്കിൽ ലബാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഈ സമയത്ത്. ഇനി നന്നായിട്ട് കൈവിടാതെ ഇളക്കി യോജിപ്പിക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ അത് പിരിയും. ഗോതമ്പ് അരിയെല്ലാം ഒന്ന് ഉടക്കുന്ന രീതിയിൽ ഒന്ന് അമർത്തിയിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. നന്നായി കുറുകി വരുന്ന സമയത്ത് ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഹാൻഡ് ബ്ലെൻഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോർഷൻ എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ച് ഇതിനകത്തേക്ക് വീണ്ടും യോജിപ്പിക്കാം. മിക്സിയിലടിക്കുമ്പോൾ ചൂട് കൊടുക്കണേ അടിക്കുകയാണ്, അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം, മേലാവരുത്, കൈ പൊള്ളരുത്. അതേപോലെ തന്നെ ഫുള്ളായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ച് പേസ്റ്റ് ആക്കരുത്. നമുക്ക് ഗോതമ്പ് കടിക്കാനും കൂടി കിട്ടണം. അപ്പോൾ ഒരു 1/2 to 3/4 ഭാഗം വേണം മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി കൈവിടാണ്ട് ഒരു 15 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ഈ ഒരു സ്ലോ കുക്കിങ്ങിലാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ എൻഹാൻസ് ആവുന്നത്. ഇടയിൽ 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം.
നന്നായി കുറുകി നല്ല കട്ടിയായിട്ട് തിള വന്നു തുടങ്ങും. ഇതിപ്പോൾ ഈ കാണുന്നത് പോലെ. ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഇത് ഇനി ചൂടാറും തോറും വീണ്ടും കട്ടിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള വെച്ചിട്ടുള്ള ഒരു ഗാർണിഷിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിലോ അതല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ലെമൺ പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചിലർ ഇതിൽ ടൊമാറ്റോ പേസ്റ്റും കൂടി ആഡ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ അത്ര പൊടി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജരീഷിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് സെൻട്രലായിട്ടാണ് ഒഴിക്കുന്നത്. ഇതിപ്പം ഈ ഒരു താളിപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് പ്ലെയിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പേഴ്സണലി താളിപ്പ് കൂട്ടിയിട്ട് കഴിക്കാൻ താല്പര്യമില്ല. പക്ഷെ അത് കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഭാഗത്ത് മാത്രം ഒഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഏതാണ് താല്പര്യം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കഴിക്കാം. ഇപ്പോൾ ഇവിടെ ജരീഷ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തണുത്തപ്പോൾ കണ്ടില്ലേ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ന്യൂട്രീഷ്യസ് ഫുഡാണ് ജരീഷ്. മട്ടനും ചിക്കനൊന്നും കഴിക്കാത്തവർക്ക് അതില്ലാണ്ടേ ഉണ്ടാക്കാം. അതേപോലെ മീറ്റ് ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് അത് ആഡ് ചെയ്തിട്ടും ഉണ്ടാക്കാം. മീറ്റ് ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് നമ്മൾ ഗോതമ്പ് വഴറ്റുന്ന സമയത്ത് തന്നെ മീറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാലും തൈരും ഒക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മളത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് യോജിച്ച് ചേർന്നോളും. ഇതിൽ തൈര് പുളി കൂടുതൽ പാടില്ല. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഡിഷ് ഒരു പുളിപ്പ് രസം കയറും. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതുപോലെ വെറൈറ്റി ഡിഷസിൻ്റെ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആൻഡ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.